പുലർച്ചെ 4:10 അതിശക്തമായ രണ്ടാമതൊരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു. ഇത്തവണ മുണ്ടക്കയിലാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത്. സമീപവാസികളിൽ പലരും രക്ഷയ്ക്കായി വനത്തിലേക്കും തൊഴിലാളികളിൽ പലരും എസ്റ്റേറ്റിലേക്കും ഓടിക്കയറുന്നു. മുണ്ടക്കയിൽ നിന്ന് ആരംഭിച്ച ഈയൊരു ഉരുൾപൊട്ടൽ ചെന്ന് നിന്നത് മുണ്ടക്കയുടെ സമീപ പ്രദേശമായ 3 കിലോമീറ്റർ അപ്പുറമുള്ള ചൂരൽമലയിലാണ്. ഈയൊരു ഉരുൾപൊട്ടൽ ഇരുവഴിഞ്ഞിപ്പുഴയുമായി ഒത്തുചേരുകയും അതുമൂലം പുഴയുടെ വലിപ്പവും വേഗവും 10 മടങ്ങായി വർദ്ധിക്കുകയും ചെയ്തു. മുണ്ടക്കയും ചൂരൽമലയുമായി ബന്ധപ്പെടുത്തുന്ന ഏക പാലം ഈയൊരു ഉരുൾപൊട്ടലിൽ തകരുകയും മുണ്ടക്കൈ മൊത്തത്തിൽ ഒറ്റപ്പെടുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ മുണ്ടക്കൈ ഒറ്റ നിമിഷം കൊണ്ട് ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയി. അതിരാവിലെ രാജ്യം കണി കണ്ടുണർന്നത് ഈ ദുരന്ത വാർത്ത കേട്ടിട്ടായിരുന്നു. മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഒരായുസ്സിൽ നേടിയുണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെട്ടവർ, എന്ത് ചെയ്യണമെന്നറിയാതെ വിതുമ്പുന്നവർ, ഇവയ്ക്കെല്ലാം പുറമെ ബുദ്ധിമുട്ടുകൾ മാത്രം നിറഞ്ഞ രക്ഷാപ്രവർത്തനം. കാരണം എന്തെന്നാൽ ഇന്നലെ വരെ അവർ കണ്ടിരുന്ന സ്ഥലം ഇന്ന് തിരിച്ചറിയാനാവാത്ത വിധം മാറിയിരിക്കുന്നു. ഒരു രക്ഷാപ്രവർത്തന സംഘത്തിന് നേരിടാവുന്നതിനും ഉയരത്തിലാണ് മണ്ണും ചെളിയും വന്ന് മൂടിയിരിക്കുന്നത്. പുറം ലോകവുമായി ബന്ധപ്പെടുത്തുന്ന മുണ്ടക്കയിലെ ഏക പാലം തകർന്നു പോയതിനാൽ രക്ഷാപ്രവർത്തകർക്കും മറ്റു സംഘങ്ങൾക്കും അവിടെ എത്തിച്ചേരാൻ കഴിയാതെയായി. ഇനി എന്തു ചെയ്യും, ആര് നമ്മളെ സഹായിക്കും എന്ന് വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് അവർ മുന്നോട്ട് വരുന്നത്. ദി ഇന്ത്യൻ ആർമി.